തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെ റൈസ്, ഭാരത് റൈസ് എന്നീ ബ്രാൻഡുകളെ ചുറ്റിപ്പറ്റിയാണ്. വിലക്കയറ്റമുണ്ടായ സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമയോചിതമായ ഇടപെടൽ എന്ന വ്യാഖ്യാനം പോലും ഉണ്ടായി. ആ സമയത്ത് ചിലയിടത്ത് അതിൻ്റെ വിതരണം തടയുന്നത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം തടയുന്നത്, അത് തർക്കങ്ങളിലേക്ക് പോകുന്നതൊക്കെ കണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരത് റൈസ്, കെ റൈസ് ബ്രാൻഡുകൾ എവിടെ എന്ന ചോദ്യം ഉയരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന രണ്ട് ബ്രാൻഡുകൾ, ഭാരത് റൈസും കെ റൈസും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറി മാറി മത്സരിച്ചു പ്രചാരണത്തിനായി. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ നേതാക്കളുടെ വായിൽ നിന്ന് അറിയാതെ പോലും ഭാരത് റൈസിനെ പറ്റിയോ കെ റൈസിനെ പറ്റിയോ പരാമർശമേ ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ ആയുധമായിരുന്നു അരിപ്പോര്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഗുണമേന്മയുള്ള അരി കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിലൂടെ ജനസമ്മതി നേടിയെടുക്കുക. കൊട്ടിഘോഷിച്ച് കേന്ദ്ര സർക്കാരിന്റെ സമ്മാനമെന്ന രീതിയിൽ വിപണിയിലെത്തിച്ച ഭാരത് റൈസ്, കേന്ദ്രമന്ത്രിമാരടക്കം പ്രചുര പ്രചാരം നൽകിയ ബ്രാൻഡ്, വാഹനങ്ങളിൽ ജില്ലതോറും വിൽപ്പന നടത്തിയ സംരംഭം. അരിയുമായി എത്തുന്ന വാഹനങ്ങൾ ഇപ്പോൾ വല്ലപ്പോഴും വന്നാലായി. മാത്രവുമല്ല, നാഫെഡ് തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വിൽപ്പന മാറ്റുകയും ചെയ്തു. ഗുണമേന്മയുള്ള അരി 29 രൂപ നിരക്കിൽ 10 കിലോ വരെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനാണ് ഭാരത് റൈസ് വാഹനങ്ങളിൽ വിതരണം ചെയ്തത്. അരിയുടെ വിതരണത്തിന് BJP നൽകിയ സ്വീകാര്യത വോട്ട് കിട്ടാനുള്ള മൂന്നാംകിട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നായിരുന്നു LDFന്റെ ആരോപണം. തൃശൂർ മണ്ഡലത്തിൽ അരി വിതരണം നടത്തിയതുപോലും രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമുയർന്നു. സപ്ലൈകോ പ്രതിസന്ധിയിലായ സമയം, സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന്റെ വരവ്. വോട്ട് ലഭിക്കാനുള്ള തന്ത്രമാണെന്ന ആരോപണം ഉയർന്നെങ്കിലും ഭാരത് റൈസിന്റെ പ്രഖ്യാപനം അപകടമാണെന്ന് മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാരും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഭാരത് റൈസിന് ബദൽ അരി പ്രഖ്യാപിച്ചു. മാർച്ച് 12-ന് ശബരിയുടെ ബ്രാൻഡിൽ കെ റൈസ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ അരി പുറത്തിറക്കി. ജയ അരി 29 രൂപയ്ക്കും കുറുവ മട്ട അരി 30 രൂപയ്ക്കും എത്തിച്ചു. ഒരാൾക്ക് 5 കിലോ പാക്കറ്റ്, കൂടാതെ സബ്സിഡി അരി എന്ന വാഗ്ദാനവും. അവർ മാർക്കറ്റിലേക്ക് 18 രൂപ 59 പൈസയ്ക്ക് വാങ്ങി 29 രൂപയ്ക്ക് നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ആ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു നിലപാട് ആ സമയത്ത് ഗവൺമെൻറ്റും സപ്ലൈകോയും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന അരി നമുക്ക് എന്ത് വില കൊടുത്ത് സംഭരിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് കേരളത്തിലെമ്പാടും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ ശബരി കെ റൈസ് എന്ന പേരിൽ 29 രൂപ 30 രൂപ നിരക്കിൽ മട്ടയും ചമ്പാവരി വിതരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കെ റൈസ് അരിയുടെ പാക്കറ്റ് പോലും കാണാനില്ല. നേരത്തെ തന്നെയുള്ള 5 കിലോ അരിയാണ് ഇപ്പോഴുമുള്ളത്. അതിനെ കെ റൈസ് എന്നോ സബ്സിഡി അരി എന്നോ എങ്ങനെ വേണമെങ്കിലും സംബോധന ചെയ്യാം. ഇത് ഇലക്ഷന് സ്റ്റണ്ടായിട്ട് ഇറക്കിയത് രണ്ട് സർക്കാരുകൾ ഇറക്കി. കേന്ദ്ര സർക്കാർ ഭാരത അരിയും കേരള അരി സംസ്ഥാന സർക്കാരും ഇറക്കി. രണ്ടുപേരും ഇലക്ഷനുള്ള സ്റ്റണ്ട്. പാവങ്ങൾ ഇന്ന് നട്ടം തിരിയുന്നു, അരിയില്ലാതെ സപ്ലൈകോയിലേക്ക് ഓടി നടക്കുന്നു. ഇതാണ് അവസ്ഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രണ്ട് സുന്ദര മോഹന വാഗ്ദാനങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ഈ അരി രാഷ്ട്രീയത്തിന്റെ അച്ചുതണ്ടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മിണ്ടാട്ടമില്ല രാഷ്ട്രീയ പ്രമുഖർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും. അപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നോ ഈ കുറഞ്ഞ നിരക്കിലെ ഗുണമേന്മയുള്ള അരിയുടെ വിതരണം? ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.